വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 119 കേസുകളാണ് കുറഞ്ഞത്. നിലവിലാകെ 7264 കോവിഡ് രോഗബാധിതരാണ് രാജ്യത്തുള്ളത്. അതേസമയം 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം കൂടി. ഇതിൽ 7 എണ്ണം കേരളത്തിൽ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഓരോന്നും സ്ഥിരീകരിച്ചു. കേരളത്തിൽ രോഗികൾ 1920 കുറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന് പുരസ്കാരം. അക്ഷയ പുസ്തകനിധി എബനേസർ എഡ്യൂക്കേഷണൽ അസോസിയേഷനുമായി സഹകരിച്ച് നൽകുന്ന പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്. 1 ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. M ലീലാവതി, പ്രഭാവർമ്മ, പായിപ്ര രാധാകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് അടൂരിനെ തിരഞ്ഞെടുത്തത്. പുസ്തകനിധി പ്രസിഡന്റ് പായിപ്ര രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജൂലൈ അവസാനം എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടക്കുന്ന പ്രൊഫസർ MP മന്മഥൻ അനുസ്മരണ ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള പുരസ്കാരം സമർപ്പിക്കും. പണിമുടക്കി ജിയോ. സാങ്കേതിക തകരാർ മൂലം പ്രമുഖ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയുടെ മൊബൈൽ സേവനങ്ങൾ കേരളത്തിലടക്കം ഇന്നലെ വ്യാപകമായി തടസ്സപ്പെട്ടു. ഉച്ചയോടെ ആരംഭിച്ച പ്രശ്നം 2 മണിക്കൂറിനുള്ളിൽ പരിഹരിച്ച് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനായി. പ്രശ്നം കാരണം UPI ഇടപാടുകൾ ഉൾപ്പെടെ നടത്താനായില്ല. മൊബൈൽ ഇന്റർനെറ്റ്, ജിയോ ഫൈബർ, ഫോൺ കണക്ടിവിറ്റി സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ 10,000-കണക്കിന് ഉപഭോക്താക്കൾ പ്രതിസന്ധിയിലായി. 12,000-ത്തിലധികം പരാതികൾ ലഭിച്ചെന്ന് ഡിജിറ്റൽ സേവനങ്ങളുടെയും വെബ്സൈറ്റുകളുടെയും പ്രവർത്തനം വിലയിരുത്തുന്ന ഡൗൺ ഡിറ്റക്ടറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മൊബൈൽ ഇന്റർനെറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതികൾ 56% കവിഞ്ഞു. 32% പേർ കോൾ വിളിക്കാൻ കഴിയുന്നില്ലെന്നും പരാതിപ്പെട്ടു. മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ നേരിട്ടു. വൈദ്യുതി ഉൽപാദനം കൂട്ടി. കനത്ത മഴയിൽ സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇതോടെ ജലനിരപ്പ് കുറയ്ക്കാൻ KEB വൈദ്യുതി ഉൽപാദനം കുത്തനെ ഉയർത്തി. പ്രതിദിനം 20 ദശലക്ഷം യൂണിറ്റാണ് സംസ്ഥാനത്തെ ജലവൈദ്യുതി ഉൽപാദനം. ഇത് 41 ദശലക്ഷം യൂണിറ്റാക്കി. സംസ്ഥാനത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിൽ പകുതിയും ഇപ്പോൾ ജലവൈദ്യുതിയിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പഞ്ചാബിൽ നിന്ന് സ്വാപ് കരാർ പ്രകാരം വാങ്ങിയ 300 മെഗാവാട്ട് വൈദ്യുതി ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നു. ക്ഷേമ പെൻഷൻ വിതരണം ഉടൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തെ കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചത് ചർച്ചയായിരുന്നു. 19-നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും ഉയർത്തിക്കാട്ടുന്നതും മുടങ്ങാതെയുള്ള പെൻഷൻ വിതരണമാണ്. കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിനിടയിൽ കാര്യമായ കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഇതിനിടയിൽ 5 മാസത്തെ കുടിശ്ശിക വന്നെങ്കിലും ഇതിൽ 3 മാസത്തെ കുടിശ്ശികയും ഇതിനകം വിതരണം ചെയ്തു. ശേഷിക്കുന്ന 2 കുടിശ്ശികകൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഉറപ്പും നൽകി. 62 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപയാണ് പെൻഷനായി ലഭിക്കുക. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ ED ചോദ്യം ചെയ്തു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ഹർഭജൻ സിംഗ്, യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന എന്നിവരെ ചോദ്യം ചെയ്ത് ED. നിരോധിത ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രമോഷൻ നടത്തി ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് കേസ്. സിനിമാ താരങ്ങളായ സോനു സൂദ്, ഉർവശി റൌട്ടേല എന്നിവരും സംശയ നിഴലിലാണ്. സാമൂഹ്യ മാധ്യമങ്ങളായ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിരന്തരമായി കാണുന്ന ബെറ്റിംഗ് ആപ്പുകളുടെ പേരുകളിൽ ഒന്നാണ് 1xBet. ഇത്തരം സൈറ്റുകൾ നിരോധിത ബെറ്റിംഗ് ആപ്പുകളിലേക്കുള്ള വ്യാജ ലിങ്കുകളാണെന്നാണ് നിലവിലെ EDയുടെ കണ്ടെത്തൽ. ഇതുവഴി രാജ്യത്തിന് ഒരു വർഷം 27,000 കോടി രൂപയുടെ നികുതി നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അവ ബെറ്റിംഗ് ആപ്പുകളിലേക്കും സൈറ്റുകളിലേക്കുമാണ് പോകുന്നത്. യുവരാജ് സിംഗ് ഉൾപ്പെടുന്ന സെലിബ്രിറ്റികളുടെ മുഖം പ്രമോഷൻ ഉപയോഗിച്ച് 1xBet പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ എത്താനാണ് ശ്രമിക്കുന്നത്. ഫെഡറൽ ഏജൻസി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, കർശനമായ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം, സർക്കാർ അറിയിപ്പുകൾ എന്നിവയുൾപ്പെടെ 1-ലധികം നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടാകാമെന്ന് സൂചനയുണ്ട്. പശുക്കൾ ഷോക്കേറ്റ് ചത്തു. ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗം. കണ്ണൂരിൽ 5 പശുക്കൾ ഷോക്കേറ്റ് ചത്തു. ചെറുവക്കോടൻ സ്വദേശിനി
ശ്യാമളയുടെ പശുക്കൾക്കാണ് ഷോക്കേറ്റത്. വൈദ്യുതി എടുക്കുന്ന വയർ കാറ്റിൽ തകര ഷീറ്റിൽ തട്ടി വൈദ്യുതി ഏറ്റതെന്നാണ് നിഗമനം. ശ്യാമളയുടെ ഏക ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. പുലർച്ചെ 3 മണിക്ക് കറവയ്ക്കായി എത്തിയപ്പോഴാണ് പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കേബിൾ ഷോട്ടായി വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു. ജീവിത മാർഗമാണ് നഷ്ടമായതെന്ന് ശ്യാമള പറയുന്നു. മറ്റു വരുമാന മാർഗമില്ലായിരുന്നു. പശുക്കൾക്ക് പിറകെയായിരുന്നു താനും ഭർത്താവും എന്ന് ശ്യാമള പറയുന്നു. പശുക്കൾ ഇല്ലാതായത് നല്ല വേദനയാണ്. തൊഴുത്തിൽ നിന്ന് തനിക്കും വൈദ്യുതാഘാതമേറ്റു. 3 തവണ ഷോക്കേറ്റു. പിന്നാലെ തൊഴുത്തിൽ നിന്ന് മാറുകയായിരുന്നു എന്ന് ശ്യാമള പറഞ്ഞു. കുതിച്ചുയർന്ന് വെളിച്ചെണ്ണ വില. വെളിച്ചെണ്ണ വില കുതിക്കുന്നത് മൂലം താളം തെറ്റി കുടുംബ ബജറ്റുകൾ. ആഴ്ചതോറും വെളിച്ചെണ്ണ വിലയിൽ 10 രൂപ മുതൽ 20 രൂപ വരെയാണ് വർധനയുണ്ടാകുന്നത്. മില്ലുകളിൽ നിന്ന് 1 കിലോ വെളിച്ചെണ്ണ വാങ്ങാൻ 420-450 രൂപ വരെ കൊടുക്കണം. തേങ്ങ ലഭ്യത കുറഞ്ഞതും വില കൂടിയതും വെളിച്ചെണ്ണ ഉൽപാദന ചെലവിലുണ്ടായ വർധനയുമാണ് കാരണമെന്ന് വ്യാപാരികൾ. പ്രമുഖ ഉൽപാദക രാജ്യങ്ങളിൽ തേങ്ങ ഉൽപാദനം കുറഞ്ഞിട്ടുമുണ്ട്. ഭക്ഷ്യ എണ്ണ വിലവർധനയ്ക്ക് തടയിടാൻ കേന്ദ്രം കഴിഞ്ഞ ദിവസം ഇറക്കുമതി തീരുവ കുറച്ചെങ്കിലും അത് വെളിച്ചെണ്ണ വിപണിയിൽ പ്രതിഫലിച്ചിട്ടില്ല. 200 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ കൊപ്ര കിട്ടുമെങ്കിലും ഇതിന് പൊതുവെ ഗുണനിലവാരം കുറവായിരിക്കും. നാടൻ തേങ്ങയുടെ കാമ്പും കൊഴുപ്പും പുതിയ ഇനം തേങ്ങയ്ക്ക് കിട്ടില്ല. ഇതാണ് നാടൻ തേങ്ങയ്ക്ക് ആവശ്യകതയും വിലയും ഉയരാൻ കാരണം. മാർക്ക് ലിസ്റ്റ് സ്കൂളിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷയുടെയും സ്കോളർഷിപ്പിന്റെയും മാർക്ക് ലിസ്റ്റ് മുഴുവൻ സ്കൂളുകളിലും സൂക്ഷിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമാധ്യാപകർക്കുമാണ് നിർദ്ദേശം. വാർഷിക പരീക്ഷയിലും നിരന്തര മൂല്യനിർണയത്തിലും നേടുന്ന മാർക്ക് സ്കൂളുകളിൽ കൃത്യമായി സൂക്ഷിക്കണം. സ്കോളർഷിപ്പ് ഗുണഭോക്തൃ നിർണയം സ്കൂളുകൾ കൂടുതൽ കൃത്യതയോടെ നിർവഹിക്കണം. പല സ്കൂളുകളും ഗുണഭോക്തൃ നിർണയം പലതരത്തിൽ നടത്തുന്നതിനാൽ അർഹരായ അപേക്ഷകർ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അവസ്ഥയുണ്ട്. പഠന മികവ് അടിസ്ഥാനമാക്കി സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്തൃ നിർണയം നടത്തുന്ന സാഹചര്യത്തിൽ മാർക്കിനെ ഗ്രേഡാക്കി അതിന് പോയിന്റ് നൽകി ശതമാനം നിർണയിക്കുന്ന രീതി ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പലിശ നിരക്ക് കുറച്ച് SBI. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതിന്റെ ചുവട് പിടിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ നിരക്ക് 50 ബേസിക് പോയിന്റ് കുറച്ചു. അതിനിടെ SBI സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ ജൂൺ 15 മുതൽ പ്രാബല്യത്തിലായി. HDFC ബാങ്ക്, ICICI ബാങ്ക് ഉൾപ്പെടെയുള്ളവയും സമാനമായി കുറവ് വരുത്തിയിരുന്നു. ജൂൺ 6-ന് RBI റിപ്പോ നിരക്കിൽ 50 ബേസിസ് പോയിന്റിന്റെ കുറവാണ് വരുത്തിയത്. കൂടാതെ കരുതൽ ധനാനുപാതവും RBI കുറച്ചിട്ടുണ്ട്. കായിക ലോകം. ക്ലബ് ലോകകപ്പിൽ വിജയ തുടക്കമിട്ട് ചെൽസി. ഫിഫ ക്ലബ് ലോകകപ്പിൽ വിജയ തുടക്കമിട്ട് ചെൽസി കുതിപ്പ് തുടങ്ങി. ഒഴിഞ്ഞ കസേരകൾ കൊണ്ട് ചർച്ചയായ മത്സരത്തിൽ US ക്ലബ് ലോസ് ആഞ്ചൽസ് FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ചെൽസി വീഴ്ത്തിയത്. മത്സരത്തിന്റെ ഇരു പകുതികളിലുമായാണ് ചെൽസി ലക്ഷ്യം കണ്ടത്. മറ്റു മത്സരങ്ങളിൽ ഫ്ലമംഗോ തുനീസിയയിൽ നിന്നുള്ള ES തുനീസിന്റെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ അർജന്റീന ക്ലബ് ബൊക്ക ജൂനിയേഴ്സും പോർച്ചുഗീസ് ക്ലബ് ബെൻഫിക്കയും 2 ഗോൾ വീതം നേടി സമനില പാലിച്ചു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പ്രതിരോധശേഷി കൂട്ടാനും മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാനും ഏലക്ക ചേർത്ത വെള്ളം മികച്ചതാണ്. വിറ്റാമിൻ C സമ്പുഷ്ടമായ ഏലക്ക വെള്ളം ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. ചുളിവുകൾ അകറ്റി ചർമ്മത്തിന് ആരോഗ്യവും യൗവനവും ലഭിക്കാൻ ഏലക്ക വെള്ളം ഉത്തമമാണ്. ആസ്മ, ശ്വസന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പ്രതിവിധിയുമാണ് ഏലക്ക വെള്ളം. വിളർച്ച പരിഹരിക്കാനും രക്തപ്രസാദം കൈവരിക്കാനും സഹായിക്കും. ഗ്യാസ് ട്രബിൾ അടക്കമുള്ള ദഹന പ്രശ്നങ്ങൾ അകറ്റി ദഹനം സുഗമമാക്കും. തൊണ്ടയിലെ അസ്വസ്ഥതകളും ചുമയും തടയും. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.